ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു കൊഴുവക്കറിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലേക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു 300 ഗ്രാം കൊഴുവുണ്ട്. നല്ലപോലെ വൃത്തിയാക്കിയതിന് ശേഷം 300 ഗ്രാമാണ്. പിന്നെ അതിലേക്ക് ഒരു 15ഓളം ചുവന്നുള്ളി, ഒരു 3 പച്ചമുളക് കട്ടിയത്, 2 നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി, ഒരു തക്കാളി, ഒരു 10ഓളം വെള്ളുള്ളി അല്ലി, പിന്നെ അതിലേക്ക് ഒരല്പം തേങ്ങാപ്പാൽ കൂടി ഞാനത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് തീ ലോ ഫ്ലെയിമിലിടുക. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം, അത്ര തന്നെ ഉലുവയും ചേർത്ത് നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ ഇതാ ഉലുവയെല്ലാം ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾക്ക് അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. എന്നതിന് ശേഷം അതൊന്ന് അല്പം ചൂടാറിയതിന് ശേഷം ഒരു പൊടിക്കുന്ന ജാറിലിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ ഈ പൊടി മുഴുവൻ നമ്മൾക്ക് ഈ കറിക്ക് ആവശ്യമില്ല. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.25 സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എണ്ണ ചൂടാവുന്ന സമയത്ത് കടുകിട്ട് പൊട്ടിച്ചെടുക്കുക. തീ ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടുക. കടുക് പൊട്ടി വരുന്ന സമയത്ത് കട്ട് ചെയ്ത് വെച്ച ചുവന്നുള്ളി, വെള്ളുള്ളി, പച്ചമുളക് ഇവ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ സവോള ചേർക്കുന്നേ ഇല്ല. ഇതേപോലെ എന്തായാലും നിങ്ങളൊരു കൊഴുവക്കറി വെച്ച് നോക്കണം, അടിപൊളി ടേസ്റ്റാണ്. ഇനി കറിക്ക് ആവശ്യമായ ഉപ്പ് ഇപ്പം ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് ആ തക്കാളി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തു. തക്കാളി അല്പം വലിയ കഷ്ണത്തിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തക്കാളിയൊക്കെ ഇത് ഒരുവിധം നല്ലപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് തീ ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾക്ക് ഒരു 1.25 സ്പൂണ് മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ പച്ചമണം ഒന്ന് മാറട്ടെ. ഒരല്പം കൂടി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഈ കറിക്ക് നല്ലതുപോലെ എരിവ് വേണം, എന്നാലാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. നല്ല പുളിയും വേണം. ഇനി അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തു. ഇപ്പോൾ നമ്മൾ ആ വാളംപുളി പിഴിഞ്ഞത് മുഴുവനായിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മട്ടക്കൊന്ന് മാറ്റി വയ്ക്കാം. അതുകൂടി ചേർത്ത് ഇനി കുറച്ചുകൂടി നമ്മൾക്ക് ഗ്രേവിക്ക് വെള്ളം ആവശ്യമുണ്ട്. അതുകൂടി ചേർത്ത് നല്ലതുപോലെ അതൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മൾക്ക് ഇതൊരു 3-4 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കണം. ഇപ്പോൾ നമ്മുടെ ഗ്രേവി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾക്ക് കഴുകി വെച്ചിരിക്കുന്ന കൊഴുവ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൊഴുവ ചേർത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഈ സമയത്ത് ഞാൻ അതിൻ്റെ ഉപ്പൊക്കെ നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ പോരാകിയുണ്ട്. ഇപ്പോൾ ഉപ്പ് കുറച്ചുകൂടി ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊരു 6 മിനിറ്റോളം നമ്മളൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. തീ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഒരു 6 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമ്മൾക്കിത് ആ വീഡിയോയിൽ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ഗ്രേവി അല്പം വറ്റി അത് ആ കൊഴുവയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. പിന്നെ ഈ കൊഴുവയ്ക്ക് നല്ലൊരു ഗുണം എന്താ വെച്ചാൽ പെട്ടെന്ന് അത് ഉടഞ്ഞു പോകില്ല. ഈ സമയത്ത് നമ്മളതിലേക്ക് ആ തേങ്ങാപ്പാൽ ഒരു 3 സ്പൂണ് തേങ്ങാപ്പാൽ മാത്രം ഇപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുത്തു. തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറിയൊക്കെ നല്ലപോലെ കുറി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി അതേ സമയം തിളപ്പിക്കേണ്ട. ഇനി അതിലേക്ക് അല്പം കരിവേപ്പില നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടി ഒരു 3/4 ടീസ്പൂൺ മാത്രം ഇട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്ത് അതിലേക്ക് ഒരു അല്പം പച്ച വെളിച്ചെണ്ണ കൂടി മേലെ ഒഴിച്ചതിന് ശേഷം അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇനി ചൂടാറിയതിന് ശേഷം മാത്രം ഈ കറി ഉപയോഗിക്കാം. അപ്പോൾ ചൂടാറിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. നല്ലതുപോലെ കുറി സെറ്റായി വന്നിട്ടുണ്ട്. നല്ലൊരു മണമാണ്. ഇതേപോലെ കൊഴുവക്കറി ഉണ്ടാക്കാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല സൂപ്പറായിരിക്കും. വേറെ ഒരു കറിയും വേണ്ട. അപ്പോൾ നമുക്ക് നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ കൊഴുവക്കറിയും കൂടി ആയാൽ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.